إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائمة قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന റബ്ബിൻ്റെ ഉത്തമദാസന്മാരിൽ റഹ്മാനായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചതമ്പുരാൻ്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, പല ദിവസങ്ങൾ കൊണ്ടാടപ്പെടാറുണ്ട്. ചില കാര്യങ്ങൾ മനുഷ്യരുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് അങ്ങനെ ചില ദിവസങ്ങൾ ആചരിക്കപ്പെടാറുണ്ട്. വനിതാ ദിനം, മാതൃദിനം എന്നൊക്കെ പറഞ്ഞ പോലെ പല ദിവസങ്ങളും. അതിലെ കഴിഞ്ഞ ദിവസം കടന്നുപോയത് തൊഴിലാളി ദിനമാണ്. മെയ് 1 ഇന്നലെ തൊഴിലാളി ദിനമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ഇസ്ലാമിന് വല്ലതും പറയാനുണ്ടോ? നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? തൊഴിലിനെയും തൊഴിലാളികളെയും അവൻ്റെ കടമകളെയും ബാധ്യതയെയും ഒക്കെ കുറിച്ച് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്? ഏതൊരു വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ദിശാബോധവും കാഴ്ചപ്പാടും നൽകുന്ന ഒരു ദർശനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഞാൻ ഈ പറയപ്പെടുന്ന മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ആചരിക്കപ്പെടുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു കാഴ്ചപ്പാടും വർത്തമാനവും പറയുവാനുണ്ട്. നമ്മൾ എടുത്തു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകൾക്ക് ഇവിടെ സന്തോഷകരമായി, സമാധാനപരമായി, സ്വസ്ഥമായി ജീവിക്കുവാൻ പര്യാപ്തമായ ഒരു വ്യവസ്ഥ പ്രദാനം ചെയ്തപ്പോൾ അത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ഖൗഫും ഹുസ്നും ഇല്ലാത്ത, പേടിയും ദുഃഖവും ഇല്ലാത്ത, ബേജാറും വിഷമവും ഇല്ലാത്ത, സദാ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിയമവ്യവസ്ഥ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതിൽ മനുഷ്യ ജീവിതത്തിലെ എല്ലാ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ സവിശേഷമായിട്ട് എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ അധ്വാനിക്കുന്നവരെക്കുറിച്ചും മുതലാളിയെക്കുറിച്ചും തൊഴിലാളിയെക്കുറിച്ചും അവർ തമ്മിലുള്ള പരസ്പര ബാധ്യതകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്കിതിലെ അധ്വാനത്തെക്കുറിച്ചും അധ്വാനിക്കുന്നതിനെക്കുറിച്ചും ഇസ്ലാം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തായാലും ഈ തൊഴിലെടുക്കുന്നവനെയും തൊഴിൽ കൊടുക്കുന്നവനെയും, മുതലാളിയെയും തൊഴിലാളിയെയും വർഗശത്രുക്കളായിട്ട് ഇസ്ലാം കണ്ടിട്ടില്ല. മുതലാളി എന്ന് പറയുന്നത് ചൂഷണത്തിൻ്റെ പ്രതീകവും തൊഴിലാളി എന്ന് പറയുന്നത് ചൂഷിതനും ആയി കാണപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിന് ഇല്ല. മുതലാളിയും തൊഴിലാളിയും, അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും, പണിയെടുപ്പിക്കുന്നവനും പണിയെടുക്കുന്നവനും, രണ്ടു കൂട്ടരെയും പരസ്പര സഹോദരങ്ങളായി കണ്ടുകൊണ്ട് രണ്ടു കൂട്ടർക്കും ബാധ്യതകളും അവകാശങ്ങളും ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധനം നൽകുന്ന ഒരു രീതിയാണ് ഇസ്ലാമിൻ്റേത്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിൻ്റെ വർഗശത്രുക്കളായി അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തിയ, വിപ്ലവങ്ങൾ നടത്തിയ ചരിത്രമാണ് ലോകത്തിൽ തൊഴിലാളികളുടെ ചരിത്രം. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ
തൊഴിലാളിയുടെ അവകാശങ്ങൾ മുതലാളിയെ ഏൽപ്പിക്കുകയാണ്, അവനത് കൃത്യമായി കൊടുക്കപ്പെടുക എന്ന് പറയുന്നത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അധ്വാനിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച്, തൊഴിലെടുക്കുകയും മറ്റൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഓതി വെച്ചത് സൂറത്ത് ജുമയിലെ ആയത്താണ്. അതിൽ പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നത്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് ജുമഅക്ക് നിങ്ങൾ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദിക്റില്ല, പടച്ചതമ്പുരാൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടിക്കതിച്ച് വരിക. പിന്നെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപരിക്കുകയും അള്ളാഹുവിൻ്റെ ഔദാര്യം തേടി നടക്കുകയും ചെയ്യുക. ഇവിടെ ഒരു കാഴ്ചപ്പാട്, മതം യഥാർത്ഥത്തിൽ മനുഷ്യനോട് പറയുന്നത് ദൈവവുമായിട്ട് അടുക്കുവാൻ, പടച്ചവനുമായിട്ട് അടുക്കുവാൻ, ഈശ്വരനുമായിട്ട് അടുക്കുവാനുള്ള ചില വർത്തമാനങ്ങളാണ് മതത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെ പടച്ചവനുമായിട്ട്, അവൻ്റെ ദൃഷ്ടാവുമായിട്ട് ഏറ്റവും അടുക്കാൻ നല്ലത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പണികളും ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ലോകത്തേക്ക് അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും മലമടക്കുകളിൽ പോയി, ഏതെങ്കിലും ഒരു മലയിൽ പോയി മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ധ്യാനമിരുന്ന് അവിടുന്ന് കിട്ടുന്ന പഴങ്ങളും അവിടെ നിന്ന് വെള്ളവും ഒക്കെ കഴിച്ച് അങ്ങനെ ഈശ്വര ധ്യാനത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ചില മതങ്ങളിലൊക്കെ ദൈവവുമായിട്ട് അടുക്കുവാനുള്ള സംവിധാനം. ഇവിടെ പറഞ്ഞത് അള്ളാഹുമായിട്ടുള്ള അടുക്കുവാനുള്ള, ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ ഉടനെ നിസ്കരിക്കാൻ ഇവിടെ എത്തുക. അങ്ങനെ പടച്ചവനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സജീവമായിട്ട് തുടരട്ടെ. വസ്ജുദ് മുഖദ്ദരിം, സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബുമായിട്ട് അടുക്കുക. എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫന്തശിറുഫില്ല, ഉടനെ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക. ഇറങ്ങിച്ചെന്നുകൊണ്ട് അധ്വാനിക്കാതെ പണിയെടുക്കാതെ പരിശ്രമിക്കാതെ ഓരത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും ഔദാര്യം ആരെങ്കിലും തരുന്നതും കാത്തുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു മടിയനും അലസനും ശോഭേരിയുമായ ആളെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലില്ല എന്ന് മാത്രമല്ല, അധ്വാനത്തിലൂടെ നിങ്ങൾ ദാരിദ്ര്യത്തെ മറികടക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇന്നൽ ഫഖറ യഹ്ദി ഇലൽ കുഫ്ർ. തീർച്ചയായും ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവനിഷേധത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ ദാരിദ്ര്യം യഥാർത്ഥത്തിൽ പടച്ചവനില്ല എന്ന് പറഞ്ഞുകൊടുത്തിട്ട് നിങ്ങളെ എത്തിക്കും. ആയതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് ആ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള പോരാട്ടമാണ് നടത്തേണ്ടത്. ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള പോരാട്ടം എങ്ങനെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് അധ്വാനത്തിലൂടെയാണ്. അധ്വാനിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയമായിട്ട് പറഞ്ഞത്. വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു, അതിൻ്റെ മുകളിലൂടെ നിങ്ങൾ നടന്ന് അവൻ്റെ ആഹാരം നിങ്ങൾ നേടിക്കൊള്ളുക, അവൻ നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങൾ നിങ്ങൾ ആർജിച്ചു കൊള്ളുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്, അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളൊരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു കൊണ്ട് ആഹാരം പ്രതീക്ഷിച്ചിരിക്കേണ്ടവരല്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് തവക്കുലിനെ പറ്റി പറഞ്ഞ ഒരു ഹദീസ് നമ്മളേറെ കേട്ടിട്ടുള്ളതാണ്. പക്ഷികൾ എങ്ങനെയാണ് അവരുടെ ഭക്ഷണം അവൻ്റെ നാഥനിൽ തവക്കൽ ചെയ്തിട്ട് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന പോലെ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം നൽകും, നിങ്ങൾ ശരിക്കും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷികൾക്ക് എങ്ങനെയാണ്? എന്നിട്ട് റസൂൽ പറയാണ്, ഒഴിഞ്ഞ വയറുമായി കൂടുവിട്ടിറങ്ങുന്നു, അവർ വയറ് നിറച്ചുകൊണ്ട് തിരിച്ച് വരികയും ചെയ്യുന്നു. അതിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഭക്ഷണം പ്രതീക്ഷിക്കാനല്ല പറഞ്ഞത്, കൂടുവിട്ട് ഇറങ്ങാനാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഫംശഫി മനാഖിബിഹാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെന്ന് ഇറങ്ങിത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ റിസ്ക് രേഖപ്പെടുത്താത്ത ഒരു സാധനത്തിന് റബ്ബ് പഠിച്ചിട്ടില്ല. എല്ലാ ഓരോ ജീവികളും അതിൻ്റെ റിസ്ക് അന്വേഷിച്ച് നടക്കേണ്ട. ഒരു എറുമ്പാണെങ്കിലും പ്രാണിയാണെങ്കിലും പാറ്റയാണെങ്കിലും പല്ലിയാണെങ്കിലും പാമ്പാണെങ്കിലും ഒക്കെ എടുത്തു നോക്കിയാൽ എല്ലാം അതിൻ്റെ റിസ്ക്, എല്ലാറ്റിൻ്റെയും റിസ്ക് അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അത് അധ്വാനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്.
അത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഓസാരത്തിൽ കിട്ടും, എവിടെന്നെങ്കിലും ഓസിയിൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കേണ്ടവനല്ല വിശ്വാസി എന്ന് മാത്രമല്ല റസൂൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടെ പഠിപ്പിച്ചു. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. പടച്ച തമ്പുരാനെ, എന്നെ നീ ദൗർബല്യത്തിൽ നിന്നും അതേപോലെ തന്നെ ഇതിൽ നിന്ന്, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന്, അല്ലേ, ഒരു സോമ്പേരികളായിട്ട് അലസരായിട്ട് മടിയന്മാരാകുന്ന ഒരവസ്ഥയിൽ നിന്ന്, അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, കുഫറിൽ നിന്നും ഫഖറിൽ നിന്നും, ദാരിദ്ര്യത്തെയും കുഫറിനെയും ഒപ്പോണ് പറഞ്ഞത്. അതിനോടൊപ്പോണ് പറഞ്ഞത് അലസതയും വൈമുഖ്യവും, അതായത് ദൗർബല്യവും. ഈ ദൗർബല്യവും അലസതയും നിന്നെ വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ദാരിദ്ര്യത്തിലേക്കും കുഫറിലേക്കും നിങ്ങൾ ചെല്ലുകയായിരിക്കും. ആയതുകൊണ്ട് അധ്വാനിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ നമ്മൾ എടുത്തു നോക്കുക. ഇദാ സല്ലൈതുൽ ഫജ്റ ഫലാ തനാമു അൻ തലബി അർസാഖിക്കും. നിങ്ങൾ ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടാതെ ഉറങ്ങരുത്. അല്ലെ, നിങ്ങൾ അത് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടണം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏറ്റവും വലിയ പണി ലിബാസ വജഅൽന നഹാറ മആശ. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. രാത്രി നിങ്ങൾക്ക് ഉറങ്ങുവാനും വിശ്രമത്തിനും, പകല് നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള സമയമാണ്. അങ്ങനെ അധ്വാനത്തിലൂടെ നിങ്ങൾ ദാരിദ്ര്യത്തെ പ്രതിരോധിച്ചു കൊള്ളുക. അധ്വാനത്തിലൂടെ നിങ്ങൾ സാമ്പത്തികമായ സുസ്ഥിതിയും ഐശ്വര്യവും കൈവരികൊള്ളുക. അതിന് നിങ്ങൾ രാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ അങ്ങ് ഇറങ്ങി പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബഹിയുടെ നേരത്തെ തന്നെ ഉറങ്ങിയ ആളുകളോട് പ്രവാചകൻ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ആ സുബഹിന്റെ സമയത്ത് ഉറക്കത്തിലാണ്ട് പോയപ്പോൾ വിളിച്ചു പറഞ്ഞത്, അള്ളാഹുവിന്റെ റിസ്ക്, അള്ളാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുന്ന സമയമാണ്, അവന്റെ റഹ്മത്തും ബർക്കത്തും ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് ഉറങ്ങിപ്പോകരുത് കേട്ടോ. ആ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് അധ്വാനിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ത്വലബൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള, എല്ലാ ഫർളുകളുടെയോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഫർളാക്കിയ കാര്യമാണ് ത്വലബൽ ഹലാൽ, ഹലാലായിട്ടുള്ള വിഭവം അന്വേഷിക്കുക എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നു. ആയതുകൊണ്ട് ആ ഫർളായ കാര്യങ്ങൾ എങ്ങനെ നിസ്കാരം ഫർളായിട്ടുണ്ടോ അതേപോലെ തന്നെ പണിയെടുക്കലും ഫർളാണ്. ഒരു പണിയുമില്ലാതെ ഇപ്പോൾ വരും പണി, ഇപ്പോൾ വരും ജോലി എന്ന് പറഞ്ഞുകൊണ്ട് തലകും ബലകും നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാം. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് വൈറ്റ് കോളർ ജോബ് എന്ന് പറയും, അല്ലേ? വൈറ്റ് കോളർ ജോബ്, ആളുകളുടെ ഇടയിൽ ഒരു മാന്യതയും ഇതുമൊക്കെ ഉള്ള തൊഴിൽ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ തൊഴിലിന് മാന്യതക്കുറവോ മാന്യത കൂടുതലോ ഒന്നുമില്ല. ഹലാലായിട്ടുള്ള വിഭവങ്ങൾ സമ്പാദിക്കാനുള്ള എല്ലാ ഓരോ തൊഴിലും അത് ഏറ്റവും മാന്യമായിട്ടാണ് കാണുന്നത്. മറിച്ച് തൊഴിലെടുക്കാതെ കൈനീട്ടാൻ പോകുന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അഭിശപ്തമായിട്ടുള്ളത്. നാളെ പരലോകത്ത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ശിക്ഷയോടുകൂടി നാളെ പരലോകത്ത് അവരെ കാണാൻ കഴിയുന്ന ആളുകൾ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് മുഖത്ത് മാംസമില്ലാതെ വരുന്ന ഒരു പറ്റം ആളുകളെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് കാണാം. അത് ആരാണെന്ന് ചോദിച്ചാൽ അത് അധ്വാനിക്കാതെ ഭിക്ഷാടനത്തിന് വേണ്ടി നടന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ എത്ര പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് ചോദിക്കുക. അഫ്ളലുൽ ഖസ്ബി മബ്റൂറുൻ അമലുർ റജുലി ബിയദിഹി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള മര്യാദയോടുകൂടിയുള്ള ഉത്തമമായിട്ടുള്ള വ്യാപാരവും അതേപോലെ നിങ്ങളുടെ കൈകൊണ്ടുള്ള അധ്വാനവുമാണ്. ഇവിടെ അധ്വാനിക്കുന്ന തൊഴിലാളിയെ തൊഴിലെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. തൊഴിലില്ലാതിരിക്കാനല്ല, ഏതെങ്കിലും അർത്ഥത്തിൽ തൊഴിലെടുക്കുകയും ഉപജീവനം കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസി അവൻ്റെ ഫറലായിട്ടുള്ള കാര്യമായിട്ട്, നമസ്കാരം എത്ര അവന് ഫറലായിട്ടുണ്ടോ അതേപോലെ തന്നെ അത് ഫറലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നേരത്തെ ഞാൻ ആയത്തിൽ സൂചിപ്പിച്ചല്ലോ, നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ പള്ളിയിൽ അങ്ങനെ ചടഞ്ഞിരിക്കണ്ട, പള്ളിയിൽ അങ്ങനെ കുത്തിയിരിക്കണ്ട. അങ്ങനെ ഇരുന്നല്ലോ കുറച്ച് ആളുകൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. അവരിങ്ങനെ കുറേ ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു ഒന്ന് ചോദിച്ചു, എന്താ മക്കളെ, എന്ത് പറ്റി, എന്താ ഇവിടെ? ഞങ്ങളൊക്കെ അള്ളാഹുവിന് തവക്കൽ ചെയ്തിരിക്കുക, ഞങ്ങളെങ്കിലൊക്കെ ഭക്ഷണം വായി കയറിയ തമ്പുരാൻ എര തരും പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അള്ളാഹ് റിസ്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു യർസുഖു യശാഉ ബിഗൈരി ഹിസാബ്, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അള്ളാഹു റിസ്ക് കണക്കാക്കിയിട്ട് റിസ്ക് ഞങ്ങളുടെ തേടി വരും എന്ന് പറഞ്ഞപ്പോൾ വടിയെടുത്തു, ഇറങ്ങിയണം അവിടുന്ന് എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇപ്പം ഇറങ്ങണം. പക്ഷികൾ കൂട് വിട്ടിറങ്ങിയാൽ ആ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ പള്ളി വിട്ടിറങ്ങിയ നിങ്ങൾക്ക് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടല്ലാണ്ട് ഇത് ഇരിക്കരുത്. ഒരു ഭാഗത്ത് ചടഞ്ഞിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയല്ല വേണ്ട. ഞാൻ ഡൽഹിയിലൊക്കെ പോയാൽ നിങ്ങൾ കാണുന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ.
ഇപ്പോൾ അത് പല ഭാഗത്തും അത് കാണാൻ കഴിയും. ചില ഹോട്ടലുകളുടെ മുമ്പിൽ നല്ല തടിമാടന്മാരായിട്ടുള്ള ആളുകൾ, നല്ല ചേലും ചൊറുക്കുള്ള ആളുകൾ, നല്ല വെൽബിൽറ്റായിട്ടുള്ള ആളുകൾ വലിയതായിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറേ മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു ഷർട്ട് വരും, എന്നിട്ട് കുറേ കുബൂസും അതേമാതിരി തന്തൂരി റോട്ടിയും ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ദാനം കൊടുക്കും. ഈ ദാനം വാങ്ങി തിന്നാൻ വേണ്ടി കുറേ ആളുകൾ, അതേപോലെ കുറേ അമ്പലങ്ങളിലും അതേപോലെ പള്ളികളിലും ദർഗകളിലുമൊക്കെ അന്നദാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഓസിലുള്ള ഭക്ഷണം എവിടെ കിട്ടും എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കുട്ടികളൊരു ആപ്പ് തുടങ്ങി. എന്താണെന്നറിയോ? എന്താ ആപ്പ്? ഏറ്റവും നല്ല നോമ്പേറ കിട്ടുന്ന പള്ളി അതാണ്. ആ ആപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഇന്ന് ഏത് പള്ളിയിൽ എന്താ നോമ്പുറാന്ന്. ഇങ്ങനെയൊക്കെ ഭക്ഷണം തന്നെ ഉപജീവനം തന്നെ വയറ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പറ്റം ആളുകൾ, അവരധ്വാനിക്കാതെ ഇങ്ങനെയുള്ള ആളുകളെ അഭിശപ്തമായിട്ടാണ് കണ്ടത്. അവിടെയാണ് റസൂല് പറഞ്ഞത്, നിന്റെ കൈ കൊണ്ട് നീ അധ്വാനിച്ചെടുക്കുന്നതാണ്, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഭക്ഷണം, ഏറ്റവും അനുഗ്രഹീതമായ സമ്പാദ്യം എന്ന് പറയുന്നു. ഇവിടെ നോക്കുക, പ്രഭാത നമസ്കാരത്തിന് ശേഷം തൊഴിലിന് പുറപ്പെട്ട സഹറുൽ ഖാദിമി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ കഥയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ സുബൈ നിസ്കരിക്കാൻ വന്ന് സുബൈ ഇങ്ങനെ കഴിഞ്ഞ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിങ്ങനെ സലാം വിട്ടുമ്പോഴേക്കും മൂപ്പരെ കാണില്ല. മൂപ്പര് ചാടി ഇറങ്ങി ഒട്ടകത്തിൽ കയറി മൂപ്പര് പായാണ്. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള സഹാബികളൊക്കെ കൂടെ പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെ ഉണ്ടോ ഒരു ദുനിയാവിന് വേണ്ടി പാച്ചില്, ഇതെന്തൊരു പാച്ചിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ സംഭവം ചോദിച്ചു. ഇതാ ഖാദിമി കണ്ടില്ലേ, അദ്ദേഹം ഇങ്ങനെ പായാണ്. നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആയും ഒന്നും ചെല്ലാണ്ട്, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ധ്യാനം ചെയ്യാണ്ട്, കുറേ നേരം പള്ളിയിൽ തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ അയാളിത് കഴിഞ്ഞ പാട് ചാടിക്കേറി ഒട്ടകത്തിൽ കയറിയിട്ട് അയാളുടെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് അയാൾ ഓടുക. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്തിനാ അയാൾ ഓടുന്നു ചോദിച്ചു. അയാളുടെ ഭാര്യയുടെയും മക്കൾക്കും എന്തെങ്കിലും 10 ഉറുപ്പിക നയിച്ചുണ്ടാക്കാൻ, അധ്വാനിച്ചുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അയാൾ. ഉടനെ റസൂല് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുഖൂരിഹാ, പടച്ചതമ്പുരാനെ അതിപ്രഭാത വേളയിൽ ഇറങ്ങി പുറപ്പെട്ട ഇവർക്ക് വേണ്ടി നീ ബർക്കത്ത് ചെയ്യണേ. ഇവിടെയൊക്കെ പറഞ്ഞത് നിങ്ങളുടെ അധ്വാനം എന്ന് പറയുന്നത്, അധ്വാനത്തിൻ്റെ നിങ്ങളുടെ പുറപ്പെടൽ എന്ന് പറയുന്നത് സുബഹിൻ്റെ നേരത്തെ തന്നെ തുടങ്ങണം എന്നാണ്. രാവിലെ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ തിരുനെല്ലായി ഗ്രാമമുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ കൽപ്പാത്തി ഗ്രാമമുണ്ട്, കുറച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ പള്ളിപ്പുറം ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കുക. നമ്മുടെ പുതുപ്പള്ളി തെരുവുണ്ട്, നമ്മുടെ ജൈനിമേടുണ്ട്, നമ്മുടെ പറക്കൊന്നോ നരികുത്തിയുണ്ട്, നമ്മുടെ പൂക്കരത്തോട്ടമുണ്ട്. ഇതൊക്കെ മുസ്ലിങ്ങൾ ഗല്ലികളുള്ള സ്ഥലമാണ്. ഈ 2 കൂടി ഒന്ന് നടന്നു നോക്കുക. സുബഹിൻ്റെ നേരത്ത് നല്ല കൂർക്കമ്പലി കേൾക്കാം നമ്മുടെ വീതികളിലൂടെ പോയാൽ. അവിടെ സുബഹിൻ്റെ നേരത്ത് തന്നെ എഴുന്നേറ്റ് അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ വെള്ളം തെളിച്ച് കോലം വരച്ച്, അല്ലേ, അല്ലാത്തൊരു സംഗതി. റസൂല് നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ എണീക്കാനുള്ള അസ്സലാത്തു ഖൈറും മിനന്നോ ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ. ജീവിതത്തിൽ വിജയം കിട്ടണമെങ്കിൽ ഉറക്കത്തേക്കാൾ നല്ല നമസ്കാരമാണ്. ആ നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരും. ആ നമസ്കാരത്തിലൂടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമുണ്ട്. നിങ്ങൾ വിദേശത്ത് നോക്കുക, നമ്മുടെ ഇവിടെ ഒന്നും പണിയെടുക്കാൻ ആളുകൾ തയ്യാറല്ല. നമ്മൾക്ക് തൊഴിലിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. ഈ തൊഴിലൊക്കെ മോശപ്പെട്ട തൊഴിലാണ്, ആ തൊഴിലൊക്കെ അതേസമയം ഈ തൊഴിൽ ഗൾഫിൽ പോയിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അവിടെ ചെന്നുകൊണ്ട് ഏറ്റവും ചെറിയ ഒരു 1200 ദിർഹമിനൊക്കെ പറഞ്ഞാൽ 10-25,000 ഉറുപ്പ്യാണ് ഇപ്പം ഇന്നത്തെ കണക്ക് പ്രകാരം. അവിടുന്ന് അത് കഴിഞ്ഞാൽ 10,000 ഉറുപ്പ്യ നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ല ഈ ചങ്ങായിക്ക്. എന്നാലും വേണ്ടില്ല, പിന്നെ ഈ പണിക്ക് പോയിട്ട് അവിടെ പോയി നിൽക്കുക, ഇവിടെ എന്നിട്ട് ഗൾഫുകാരെന്നും പറഞ്ഞിട്ട് കൊണ്ട് വരുന്ന അങ്ങനെ ചില തൊഴിൽ സംസ്കാരമൊക്കെയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ ഈ പറയപ്പെട്ട ആളുകളില്ലേ, ഞാൻ ഈ പറഞ്ഞ ആളുകളില്ലേ, അവരെ അവിടെ കാണാം. അവിടെ നിങ്ങൾ ഈ സുലൈമാനി ഓപ്പറേറ്ററായിട്ടല്ല നമ്മുടെ സമുദായത്തെ കാണുക. അവിടെ ചായ അടിക്കണവനല്ല, അവിടെ അവരൊക്കെ നല്ല പൊസിഷനിലും നല്ല ജോലിയിലും നല്ല സ്ഥാനത്തും മാനത്തുമാണ് ഉള്ളത്. എന്തേ നമ്മളിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളയും റസൂലും പറഞ്ഞ കുറേ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ നിസ്കരിക്കാനും ഒന്നു കൊടുക്കാനുള്ള നിർദ്ദേശം മാത്രം നമ്മളിവിടെ എടുത്തു. അതിലത്തെ ദിക്റും ദുആയും പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം മാത്രം എടുത്തു. കയ്യപ്പെടാൻ കെട്ടേണ്ടത് ദ്വാരക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മാത്രം നിർദ്ദേശം എടുത്തു.
മറിച്ച് ജീവിതത്തിൻ്റെ ബഹുമുഖമായ രംഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാടെ വിസ്മരിച്ചു. ആയതുകൊണ്ട് ഒരു പിന്നോക്ക സമുദായമായി. ഇപ്പം ആ പിന്നോക്ക സമുദായത്തിൻ്റെ അവകാശം കിട്ടാത്തതിൻ്റെ കലിപ്പിലാണ് നമ്മളുള്ളത്. ഞങ്ങൾ ഇനിയും കുറച്ചുകൂടെ പിന്നോക്കാക്കിയാൽ ഇനിയും തിരക്കണില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പിന്നോക്കം ആകേണ്ടവരാണോ? ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ഈ സമുദായത്തിൻ്റെ നിന്നൊക്കെ ഏറ്റവും ഖൈറുമ്മത്ത് നിങ്ങളാണ്. ഏറ്റവും നല്ല പ്രോമിനന്റ് സൊസൈറ്റി, ഏറ്റവും വലിയ സമുദായം, ഏറ്റവും വലിയ നിങ്ങൾ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കേണ്ടവരാണ്. നിങ്ങൾ വേറൊരാളുടെ ഔദാര്യവും ഒരു അതേപോലുള്ള സംഗതി ആഗ്രഹിച്ച് അതിനെ കാത്ത് അതിനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടവരല്ല. നിങ്ങൾ ഇടിച്ചു കയറി മുന്നോട്ട് പോകേണ്ടവരാണ് എന്നാണ് നമ്മളോട് യഥാർത്ഥത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ തൊഴിൽ രംഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആയിപ്പോകാനുള്ള കാരണം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്നത് നമ്മളുടെ തൊഴിൽ സങ്കല്പങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂല് തൊഴിലിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഏത് തൊഴിലും ഏത് അധ്വാനവും അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഏറ്റവും നല്ല അത് ഇബാദത്തായിട്ട്, തൊഴിലെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് ഇബാദത്താണ്. ആ മാർഗത്തിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷഹീദാണ്. പക്ഷേ തൊലബൽ ഹലാലായിരിക്കണം. ഹലാലിനെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതായിരിക്കണം. ഹറാമായിട്ടുള്ള ബിസിനസ് ആകാൻ പാടില്ല. ഹലാലായിട്ടുള്ള അധ്വാനത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് ചെറിയ പണി, അങ്ങനെ തൊഴിൽ വിഭജനം ഇസ്ലാമിലില്ല. ജാതികൾ ഇവിടെ ഉണ്ടായത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പ് പണിയെടുക്കുന്നവൻ കൊല്ലൻ, മറ്റേ സ്വർണ്ണപ്പണിയെടുക്കുന്നവൻ തട്ടാൻ, അതേപോലെ ഓരോ പാണൻ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത ജോലികളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി തിരിച്ച് മേൽത്തട്ടും താഴ്ത്തട്ടും ആക്കിയത് ഇവിടുത്തെ ചില വ്യവസ്ഥയാണ്. ഇസ്ലാമിൽ അതുമായിട്ട് ബന്ധമല്ല അല്ലേ? കാരണം സക്കരിയ അലൈഹിസ്സലാം നജ്ജാറും, സക്കരിയ അലൈഹിസ്സലാം എന്തായിരുന്നു? ആശാരിയായിരുന്നു. അതേപോലെ തന്നെ കൊല്ലനായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം അല്ലേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ആ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈ മുടി വെട്ടുന്ന ആളുകൾ ഉസ്താന്മാരെന്ന് പറയും അല്ലേ, അതിനെ വേറെ കമ്മ്യൂണിറ്റി ആയിട്ട് കാണുന്ന വല്ലാത്തൊരവസ്ഥ ഉണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം നിങ്ങളിതാ നോക്കുക, ഇപ്പോൾ സലൂൺ എന്ന് പറഞ്ഞു മറ്റേ സ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനം വെച്ചിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നു. ആ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജാതിയായിട്ട് അവരെ നമ്മൾ കാണുന്നുണ്ടോ? കാണാൻ പാടില്ലല്ലോ. ഇസ്ലാമിന് അങ്ങനെ ഒരു ജാതി തിരിവില്ല. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലൊരു ജാതി തിരിവും വേർതിരിവുമില്ല. എന്ന് മാത്രമല്ല തൊഴിലിനെ അങ്ങേയറ്റം തൊഴിലെടുക്കുന്നതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലെന്ന് പറയുന്നതിനെ, ചെയ്യുന്ന പണിയെ അതിന് ഇബാദത്തായിട്ടും അമലായിട്ടും അതേപോലെ പ്രതിഫലദായകമായ കർമ്മമായിട്ടും ഫിഅലും അമലുമായിട്ട് ഖുർആൻ അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ഈ കർമ്മങ്ങളൊക്കെ പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നിങ്ങൾ വേർത്ത് അധ്വാനിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ, ഹലാലായിട്ടുള്ള വിഭവസമാഹരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് വേർത്ത് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാവങ്ങളൊക്കെ പൊറുക്കും. കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ആ പണിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം പൊറുക്കും എന്ന് പറയുമ്പോൾ തൊഴിലിന് എന്തുമാത്രം വലിയ ശ്രേഷ്ഠതയും പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കുക. ഇവിടെ താബിഈകളിൽപ്പെട്ട ഇബ്രാഹിം നഖഈ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു സത്യസന്ധനായ വ്യാപാരിയാണോ ആബിദാണോ, ആരെയാ താങ്കൾ ഇഷ്ടപ്പെടുക? എപ്പോഴും ഇബാദത്തിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യനുണ്ട്, വേറൊരാൾ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യാപാരിയുണ്ട്. അത്താജിർ സദൂഖ്, റസൂൽ അങ്ങനെയാ പറഞ്ഞത്, സത്യസന്ധനായ വ്യാപാരി. എന്നാ പറഞ്ഞത്. അദ്ദേഹം നാളെ പരലോകത്ത് നബിമാരുടെയും ശ്രോതാക്കളുടെ ഒപ്പം ആരെന്നറിയോ? സത്യസന്ധനായ കച്ചവടക്കാരൻ, സാധാരണ കച്ചവടക്കാരനല്ല. അപ്പൊ ചോദിച്ചു, ഒരു ആബിദിനെയാണോ, നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണോ, ഒരു സത്യസന്ധനായ ഒരു വ്യാപാരിയെയാണോ താങ്കൾ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സത്യസന്ധനായ ഒരു വ്യാപാരിയെയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വ്യാപാരി എപ്പോഴും ജിഹാദിലാണെന്നാണ് പറഞ്ഞത്. അയാൾ തൂക്കുമ്പോഴും അളക്കുമ്പോഴും എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ ഇബ്ലീസ് അയാളുടെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. ഈ വിലക്ക് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കൊടുത്താൽ പറ്റൂല, ഇത് ഇത്ര കൊടുത്താൽ പറ്റൂല, കുറച്ച് അളവിലും കൃത്രിമവും ഒക്കെ കാണിക്കാൻ പറയും, കുറച്ച് സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താൻ പറയും. അങ്ങനെ പലതും ഇബ്ലീസ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ അവൻ ഹലാലായിട്ടുള്ള വ്യാപാരം ഇതെങ്ങനെയാണ്, താജിർ സദൂഖ്, സത്യസന്ധനായ ഒരു വ്യാപാരി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ വ്യാപാരം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓരോ നിമിഷവും അയാൾ ഇബ്ലീസുമായിട്ട് ജിഹാദ് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആയതുകൊണ്ട് അയാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുക ഈ ആബിദിനേക്കാൾ. അയാൾ 24 മണിക്കൂറും പള്ളിയിലാണ്, അയാളുടെ ഇബ്ലീസ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നില്ല.
മറിച്ച് പ്രയാസപ്പെടുത്തുന്ന ആരെ എന്ന് ചോദിച്ചാൽ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവനെ അവൻ്റെ കച്ചവടം തെറ്റിച്ചുകൊണ്ട് ആ കച്ചവടത്തിലൂടെ അവനെ നരകത്തിലേക്ക് എത്തിക്കുവാൻ, അവന് പ്രലോഭനവും പ്രകോപനവും ഒക്കെ കൊടുത്തുകൊണ്ട് അവനെ വേറൊന്ന ആളാക്കുവാൻ അവൻ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു സത്യസന്ധനായിട്ടുള്ള, അതോടൊപ്പം മറ്റൊരു ഉദാഹരണം പറഞ്ഞ ഒരു സൂഫി വര്യനായ ഷേഖ് ഷറാവി, അദ്ദേഹം പറഞ്ഞത് വേറൊരു വർത്തമാനമാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു തയ്യൽക്കാരൻ്റെ സൂചിയും അതേപോലെ ഒരു ആശാരിയുടെ മഴുവും തസ്ബീഹ് മാലയായി മാറേണ്ടതുണ്ട് എന്നാണ്. മനസ്സിലായോ? നമുക്കത് മനസ്സിലാവൂല. ഒരു തയ്യൽക്കാരൻ്റെ സൂചിയും ആശാരിയുടെ ഒഴിയുമൊക്കെ തസ്ബീഹ് മാലയായി മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, തസ്ബീഹ് മാല എടുക്കുമ്പോൾ എങ്ങനെ ആത്മീയമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുവോ അതേപോലെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചിന്ത ഈ പണിയെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അമലിലാണ്, ഞാൻ എൻ്റെ ഒരു ഇബാദത്തിലാണ്, ഞാൻ എൻ്റെ ദീനിൻ്റെ മാർഗത്തിലാണ്, ഞാൻ പ്രതിഫലദായകമായ ഒരു കർമ്മത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ പണി ഏൽക്കുമ്പോൾ, അത് തസ്ബീഹ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ അതേ മാനസികാവസ്ഥയോടുകൂടി അയാളുടെ പണിയാതീതങ്ങളുമായി പോയിക്കൊള്ളട്ടെ. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുള്ളത് എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് നോക്കുക, അധ്വാനിക്കാൻ വേണ്ടി അങ്ങേയറ്റം പറഞ്ഞതോടൊപ്പം തന്നെ അധ്വാനിക്കാതിരിക്കുന്നതിനെ അങ്ങേയറ്റത്തെ അതിശക്തമാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നല്ലോ ഒരാള്, അല്ലേ? ഇതേപോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈസാ അലൈഹിസ്സലാം നല്ല ആബിദായിട്ടുള്ള ഒരാളെ കണ്ടു. എപ്പോഴും പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ, ഒരുപാട് അമലി ഇബാദത്തും ദിക്റും ദുആയുമായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു പോലും, താങ്കൾ ഇങ്ങനെ കഴിയാൻ കഴിയുന്ന എങ്ങനെയാ? നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ പറയാം, അതിന് എൻ്റെ അനിയൻ ജോലിക്ക് കൊണ്ടുവന്നു. എൻ്റെ അനിയൻ ജോലിക്ക് പോകുന്നുണ്ട്, അയാൾ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് എൻ്റെ ഭാര്യയും മക്കളെയും നോക്കിയിട്ട് ഞാനിങ്ങനെ റബ്ബിൻ്റെ മാർഗത്തിലുണ്ട്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്നറിയോ? സ്വയം തിന്നുകയും മറ്റൊരാളെ ഊട്ടുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ, അയാളാണ്. മറ്റൊരാളുടെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന തന്നെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം മറ്റേയാളാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ അധ്വാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്ന ഒരുപാട് സംഗതികളെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നമ്മൾ എടുത്തു നോക്കുക, റസൂലിൻ്റെ അടുത്ത് ഒരാൾ ഭിക്ഷയ്ക്ക് വന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വന്നപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? തൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു, ഒരു പുതപ്പുണ്ട്, ഒരു പാത്രമുണ്ട്. ആ പുതപ്പും പാത്രവും റസൂലിന് വാങ്ങിച്ചിട്ട് ചോദിച്ചു, ഇത് ലേലം വിളിച്ച് ഇത് വാങ്ങാൻ ആരാളുള്ളത്? ഈ സാധനം പണയം വെച്ചുകൊണ്ട് ഇയാൾക്ക് പൈസ കൊടുക്കാൻ ആരാളുള്ളത് ചോദിച്ചപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ഒരു 6 ദിർഹമിനോ എന്തോ അദ്ദേഹം വാങ്ങി. ആ പൈസ അങ്ങേരുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞെന്താണ്? ചെന്നിട്ട് ഒരു മഴ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം പോയി മഴ വാങ്ങിച്ചുകൊണ്ട് വന്നു. മഴ വാങ്ങിയിട്ട് വന്നപ്പോൾ റസൂൽ പിന്നെ എന്താ ചെയ്തതെന്നറിയാം? പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് അതിൻ്റെ പിടിയുണ്ടാക്കി, അതിൻ്റെ തായുണ്ടാക്കി കൊടുത്തു. റസൂൽ അവിടുന്ന് ഒരു കത്ത് കൊടുത്തിട്ട് അയാൾക്ക് തൊഴിൽ കൊടുക്കുക പറഞ്ഞിട്ട് പറയല്ല, വിടുകയല്ല ചെയ്ത്. റസൂല് അയാൾക്ക് തൊഴിലുണ്ടാക്കുന്നതിൽ പ്രവാചകൻ ഒരു കണ്ണിയായി. പള്ളിയിൽ കഴിഞ്ഞുകൊടുന്ന ഇമാമുകളുടെ, നമ്മുടെ ഖത്തീബുമാർ, നമ്മുടെ ഇമാമുമാർ, നമ്മുടെ പണ്ഡിതന്മാർ മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ്. തൊഴിലില്ലാതെ ഒരു സമൂഹം അവസാനം ഈ മയക്കുമരുന്ന് കടത്തിൻ്റെയും ചരസ് കടത്തിൻ്റെയും കഞ്ചാവ് കടത്തിൻ്റെയും ഒക്കെ ആളുകളായിട്ട് ഇങ്ങനെ സകല നോട്ട് കടത്തിൻ്റെയും അതുപോലുള്ള ചില സംഗതികളുടെയൊക്കെ ഇങ്ങനെ ഇവന്മാരങ്ങ് പോയി പോകുമ്പോൾ ഇതൊന്നും നമ്മളറിയില്ലേ? ഇവിടെ വരുന്ന ആളുകൾക്കെന്തോ പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് നമ്മുടെ പണി എന്ന് മാത്രം വിചാരിച്ചിരിക്കേണ്ടവരല്ല. ഈ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒരു സുന്നത്ത് റസൂലിനുണ്ട്. റസൂലിൻ്റെ ബാക്കി സുന്നത്തൊക്കെ നിങ്ങൾ തലമറക്കൽ റസൂലിൻ്റെ സുന്നത്താണ് പറഞ്ഞിട്ട് ആ തലമൽക്കലിന് താടി വളത്തിൻ്റെ സുന്നത്തിൻ്റെ പേരിൽ, പാൻറ്റ് കയറ്റുന്ന സുന്നത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് വർത്തമാനങ്ങൾ പറയണ്ടല്ലോ. ഇതുപോലുള്ള കുറേ സുന്നത്തില്ലേ? ഈ സുന്നത്തിനെ കുറിച്ചൊന്നും നമുക്കറിയില്ലേ? പാവപ്പെട്ട ഒരു തള്ളയുടെ, ഒരു മൂതാട്ടിയുടെ, ഒരു തള്ളയുടെ, ഒരു വൃദ്ധയുടെ ഭാരം തലയിൽ ചുമന്നുകൊണ്ട് പോയ ഒരു റസൂലിനെ നമുക്കറിയില്ലേ? ആ സുന്നത്ത് നമുക്ക് വേണ്ടേ? ഇല്ലാത്തവൻ്റെ, കഷ്ടപ്പെടുന്നവൻ്റെ, പ്രയാസപ്പെടുന്നവൻ്റെ, അന്തിപ്പട്ടിണിക്കാരൻ്റെ, അത്താഴപ്പട്ടിണിക്കാരൻ്റെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു പ്രവാചകൻ. ഇവിടെയൊക്കെ മനോഹരമായിട്ട് നമ്മൾ സ്കിപ്പ് ഓഫ് ചെയ്യാണ്. എന്താ പറയുക, അതിനെ മറന്നു കളയുക, അതിനൊക്കെ വഴുതി മാറുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് നമുക്ക് 5 പോയിന്റ് നമുക്ക് എടുക്കാം. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കഴിവ് പ്രവാചകൻ മനസ്സിലാക്കി. അയാളുടെ ഫിസിക്ക് നോക്കി, അയാളുടെ ബോഡി, അയാൾ എന്തിനു പറ്റും, എന്ത് പണിയെടുപ്പിക്കാൻ പറ്റും എന്ന് റസൂൽ നോക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നല്ല വെൽബിൽഡ് ആയിട്ടുള്ള ആളാണ്, അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണ്, ഇയാൾക്ക് ഇന്നത് കൊടുക്കാം. രണ്ടാമത് പ്രവാചകൻ്റെ ഒരു തന്ത്രം, ഒരു ഐഡിയ ആണ്.
അതായത് എത്ര ദുർബലനാണെങ്കിലും ഇയാളിൽ ഒരു തന്ത്രം പരീക്ഷിക്കുക. ഇയാൾ എങ്ങനെ കണ്ട് ഇയാൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. വേഗം ഒരു ഭിക്ഷ കൊടുത്ത് ഇയാളെ വിടാം റസൂലിന്. പക്ഷേ ഇയാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇയാളിനെ ഒന്ന് നേരാക്കാൻ പറ്റുമോ നോക്കുക. മൂന്നാമതായിട്ട് തൊഴിൽ ഹലാലാണെങ്കിൽ ഏത് ചെറിയ തൊഴിലും ഭിക്ഷാടനത്തെക്കാൾ നല്ലതാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു. ഒരു വിറക് വെട്ടാനെ എന്നെ വിട്ടത് അല്ലേ? ഏത് ചെറിയ തൊഴിലാകട്ടെ, ഇത് ലോട്ടറി കച്ചവടത്തിന് പോണതിനേക്കാളും മദ്യം കഴിക്കുന്നതിനും ഈ കള്ളക്കടത്ത് നടത്തുന്നതിനേക്കാളും ഈ പലിശന്റെ ഇടപാട് നടത്തുന്നതിനേക്കാളും എത്ര നല്ലതാണ്. ഒരു വണ്ടിയിൽ മീനെടുത്ത് പോവുകയാണെങ്കിലും അതേപോലെ തന്നെ വേറൊരു സാധനമായിട്ട് ആക്രി കച്ചവടത്തിന് പോവുകയാണെങ്കിലും ഒക്കെ ഇതിനേക്കാളും നല്ലതാണ്. അതാ റസൂൽ ചെയ്തത്. റസൂൽ അവിടെ ചെയ്യുന്നത് അദ്ദേഹത്തെ മോശമായ, ഏറ്റവും മോശമായ, ഏറ്റവും അഭിശപ്തമായ ഭിക്ഷാടനത്തിൽ നിന്നേക്കാൾ ഏറ്റവും നല്ല ഒരു വിറക് വെട്ടുക എന്ന് പറയുന്ന ഒരു തൊഴിൽ മോശപ്പെട്ട തൊഴിലല്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ അതിനേക്കാൾ ചെറിയ തൊഴിൽ ചെയ്ത ആളായിരുന്നില്ലേ. നബിയെല്ലാം റജൽ വനംന, ഒരു ആട് മേക്കുന്നവരായിട്ടല്ലാതെ പ്രവാചകന്മാരെ അയക്കപ്പെട്ടിട്ടില്ല എന്ന റസൂൽ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ വിലക്ക് ആട് മേക്കുന്ന ഒരാളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ തിരഞ്ഞെടുക്കാൻ കാരണം ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യാപാരിയായിരുന്നു പ്രവാചകൻ. ആയതുകൊണ്ടാണ് തൻ്റെ മാനേജറായിട്ടും പിന്നീട് തൻ്റെ തൻ്റെ ജീവിത പങ്കാളിയായിട്ടും ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ എടുത്തത്. നല്ല അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ആ അധ്വാനിക്കുന്ന പ്രവാചകൻ അധ്വാനം പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് അയാളെ ഏൽപ്പിക്കപ്പെട്ട തൊഴിലിന് അയാൾക്ക് ഒരു ടൈം സ്പാൻ കൊടുക്കുകയാണ്, ഒരു സമയം കൊടുക്കുകയാണ്. 15 ദിവസം നിന്നെ കണ്ടുപോകരുത് ഇവിടെ എന്നാണ്. ഇതെടുത്ത് കയ്യും കൊടുത്തിട്ട് 15 ദിവസത്തെ ടൈം കൊടുക്കുകയാണ് റസൂല്. ഈ 15 ദിവസം ഈ വഴിക്ക് എവിടെയും നിന്നെ കാണരുത്. പോയി 15 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു, പൈസയും കൊണ്ട് വന്നു. എൻ്റെ പാത്രവും എൻ്റെ പുതപ്പും കൂടെ തരിയെന്ന് പറഞ്ഞു. ഇതാണ് ഈ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉപദേശമാണ് പിന്നെയാണ് കൊടുക്കുന്നത്. ഇത് ആദ്യം തന്നെ ഉപദേശം കൊടുക്കുകയല്ല ഇത്, പ്രാക്ടിക്കലായിട്ട് ഈ സമുദായത്തെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഒന്ന് കൈപിടിച്ചുയർത്താൻ, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട പണ്ഡിതന്മാരും അതേപോലെ തന്നെ മഹല്ല് നേതൃത്വങ്ങളും ഒക്കെ ഇവിടെ തൊഴിലില്ലാത്തൊരവസ്ഥയിലാണ് ഈ സകല മോശമായ കാര്യങ്ങളിലേക്കും ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. താരതമ്യേന ഇതിലേക്കെല്ലാം ഈ സമുദായം അധികമായിട്ട് എത്തിപ്പെടുന്നതിന് കാരണം ഇവർക്കൊരു പണിയും ത്വരവുമില്ല. പാലക്കാടൻ ഭാഷയെ പറഞ്ഞാൽ പണിയില്ല ത്വരവുമില്ല. ഇത് രണ്ടും ഇല്ലാത്തതിൻ്റെ ഭാഗമാണത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ തൊഴിൽ എടുക്കുക എന്ന് പറയുന്നതിന്, അധ്വാനിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഊന്നിപ്പറയുകയും തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ഒരു വർത്തമാനം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നാണ്. ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ, എത്ര ലക്ഷം ആളുകൾ സൗദി അറേബ്യയിലും അതേപോലെ തന്നെ നമ്മുടെ അറബ് നാടുകളിലും പണിയെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് കൂലി കിട്ടാതെ, ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അറബികൾ പറ്റിച്ചിട്ട് പറഞ്ഞ ജോലി അല്ലാത്ത വേറൊരു ജോലി എടുപ്പിക്കുക, എന്നിട്ട് മര്യാദ ശമ്പളം കൊടുക്കൂല. അങ്ങനെ തൊഴിൽ രംഗത്ത് കുറ്റകരമായിട്ടുള്ള ഒരുപാട്. എന്നാൽ അവർ താടിയുണ്ട്, തലപ്പാവുണ്ട്, ജോപ്പിൽ പോക്കറ്റിൽ മിസ്വാക്കിൻ്റെ കുച്ചിയുണ്ട് അല്ലേ? മിസ്വാക്കിൻ്റെ സാധനം സദാ നിസ്കരിക്കുന്ന ഇടയിലും പല്ലിയേക്കുന്ന ആൾക്കാരാണ് അവർ. കയ്യിൽ തസ്ബീഹുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇസ്ലാമിൻ്റെ സകല വേഷവും ഉണ്ട് അവൻ്റെ. പക്ഷേ ഇസ്ലാം പറയുന്ന ഈ സംസ്കാരമില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ കടകളിലൊക്കെ നിൽക്കുന്ന ആളുകളോട് നിങ്ങളുടെ നിലപാട് എന്താണ്? അവരുടെ കൂലിയും കാര്യങ്ങളും ഒക്കെ കൃത്യമായി കൊടുക്കാറുണ്ടോ എന്നൊക്കെ നോക്കിയാൽ ഇല്ല. നിസ്കാരത്തിന് കൃത്യമായി എത്തുമ്പോഴും അതിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുമ്പോഴും പള്ളിയുടെ എൻ്റെ നിർവഹണവും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും തൊഴിലാളികളോട് ഈ അർത്ഥത്തിൽ അവൻ്റെ അവകാശങ്ങൾ കൊടുക്കുന്നിടത്ത് വളരെ കുറ്റകരമായ അനാസ്ഥ വലിച്ചു കൊള്ളുന്ന ഒരുപാട് നിസ്കാരക്കാരെ നമുക്ക് കാണാൻ കഴിയും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്ലാം അവരുടെ തടിക്ക് എടുക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ തടിമക്ക് പിടിക്കുന്ന, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവർക്ക് മുതലാകാത്ത കാര്യങ്ങളിലേക്ക് ഇസ്ലാം എടുക്കൂല. ഇങ്ങനെ അതോടൊപ്പം തന്നെ തൊഴിലാളികളോട് ഒരു വർത്തമാനം എനിക്ക് പറയാനുണ്ട്. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. പറഞ്ഞ പോലെ ഓരോരുത്തരും ഉത്തരവാദികളാണ്, ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ഒരാളുടെ കടയിൽ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് പോവുകയും ആ പണിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചുമതലാബോധം നിങ്ങളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടത് വരും. അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ട ഒരു പണി കൂടിയാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മുതലാളി കാണുന്നുണ്ടോ ഇല്ലേ, CCTV ഉണ്ടോ ഇല്ലേ,
ഞാൻ കൃത്യമായിട്ട് ഈ ശമ്പളം വാങ്ങുന്നതിന് കൃത്യമായിട്ട് പണിയെടുക്കണം എന്ന മനസ്സോടുകൂടി പണിയെടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുകയും കൂടെ ഇത് രണ്ടും ഇസ്ലാം പറയുന്നുണ്ട്. വർഗശത്രുക്കളായിട്ട് വർഗസംഘടനമുണ്ടാക്കി മുതലാളി വർഗം തൊഴിലാളി വർഗം എന്ന് പറഞ്ഞ് രണ്ട് വർഗങ്ങളാക്കി പരസ്പരം ഏറ്റുമുട്ടുവാനും ചൂഷകരും ചൂഷിതരുമാക്കുവാനല്ല ഇസ്ലാം ആഗ്രഹിച്ചത്. ആ തൊഴിലാളിയെ ചേർത്ത് പിടിക്കാൻ, അവനെ അക്കമഡേറ്റ് ചെയ്യുവാൻ, അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അവനെ ഇവൻ്റെ ഒരാളായി റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഭക്ഷിക്കുന്നിടത്ത് ഇരുത്തുക, നിങ്ങളുടെ ഭക്ഷണം തന്നെ അവന് കൊടുക്കുക, നിങ്ങൾ അതേപോലെ വസ്ത്രം നൽകുക. നമ്മളൊക്കെ ഈ ഡ്രൈവർമാരെ പുറത്തായിരുത്തല്ലേ അല്ലേ? അങ്ങനെ തന്നെ ഇല്ല ഇപ്പോഴും. നമുക്കറിയാം ചില സമ്പന്നന്മാരൊക്കെ ആ ഡ്രൈവർമാർ പാവം അങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുക. അവൻ ചെയ്യുന്ന ഹലാലായിട്ടുള്ള തൊഴിലല്ലേ? റസൂലല്ലേ പറഞ്ഞത് നിന്റെ ടേബിളിൽ, നിന്റെ ഡൈനിങ് ടേബിളിൽ നിന്നോടൊപ്പം ഇരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന്? ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ചെയ്യുന്ന നല്ല ദീനിയായിട്ടുള്ള ആൾക്കാരാ. കാശുണ്ടായി എന്നുള്ളതൊരു പേരിൽ തൊഴിലാളികളോട് ഇങ്ങനെ ഒരു സമീപനം എന്ന് പറയുന്നത് ഇസ്ലാമിന് പോഷണമല്ല. അങ്ങനെ തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് ഈ ഏതാനും ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായ ഈ ദർശനത്തിന് മുമ്പ് 1400 കൊല്ലം മുമ്പ് അവൻ്റെ വിയർപ്പിനും അവൻ്റെ വേദനയ്ക്കും അവൻ്റെ വേദനവും അവൻ്റെ ബേജാറിനും ഒക്കെ പരിഹാരം കണ്ടിട്ടുള്ള ഒരു ദർശനമാണിത്. ഈ ദർശനം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ വലിയ ഗുണമാണ്. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് സമയം ആയിപ്പോയി. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ദീനിലേക്ക് വന്ന ഒരാളെക്കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ദീനിലേക്ക് വരുന്നതിന് മുമ്പ് കൂലി കൊടുക്കൂല. നാളെ വാ മറ്റന്നാൾ വാ പറയും. ദീനിൽ വന്നതിന് ശേഷം കൂലി എടുത്തിട്ട് പാടത്തേക്ക് പോവുകയാണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് കേട്ടിട്ടില്ലേ? നേരെ വരമ്പത്തേക്ക് പോവുക. ഡേ വാങ്ങടാ, വന്ന് കൂലിയെ വാങ്ങിക്കടാ, വരികടാ, വന്നിട്ട് കൂലി വാങ്ങിച്ചോളൂ. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ മുതലാളി നിങ്ങൾ ഇത് പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്ന്? ഇല്ലെങ്കിൽ കൂലി പറഞ്ഞ പിന്നാലെ നടന്ന തരാത്ത ആളാണല്ലോ, നിങ്ങൾ എന്താ പോയി പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് എന്ത് പറ്റി കേൾക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. നേരത്തേക്ക് വരെ തലവരെ ആരും തരുമ്പോൾ രാജാജി മറ്റവരും മറിച്ചവരും ഇവരൊക്കെ അണ്ണാദുര ഇവരൊക്കെയാണ് ഇന്നലെ വരെ എൻ്റെ തലവർ. ഇന്ന് ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിക്കുക. ഇന്ന് മുതൽ എൻ്റെ തലവർ അന്നലം പെരുമാനാർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബികൾ നായകം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എൻ്റെ തലവർ. ആ നബികൾ നായകം പറഞ്ഞിരിക്കണോ, വേർവ് പറ്റുവதற்கு മുൻ കൂലിയെ കൊടുക്ക വേണ്ടും, ഊതിയത്തെ കൊടുക്ക വേണ്ടും. വേർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറയപ്പെട്ട ഒരു ദർശനത്തിൻ്റെ കലിമ തെറ്റിയ ആളാണ് ഞാൻ. ഈ നിമിഷം എനിക്ക് ഇത് താമസിപ്പിക്കാൻ പറ്റില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ അറബികളുടെ, നമ്മുടെ മുസ്ലിം മുതലാളിമാരുടെ, നമ്മുടെ ഈ തൊഴിൽദാതാക്കളുടെ കീഴിലെല്ലാം ജോലിയെടുക്കുന്ന ആളുകൾ ഇതേ അർത്ഥത്തിലുള്ള ഒരു മുതലാളിമാരായിരുന്നെങ്കിൽ, ഇതേ അർത്ഥത്തിൽ തൊഴിലാളി സമീപനം നമ്മളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രമായിരിക്കും ഇസ്ലാമിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഉള്ള ആളുകളാക്കി മാറ്റുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാട്ടെ. ബാറക്കല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ അദീം വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇറിൽ മുസ്ലിമീൻ ഇന്നഹു തആല ജവാദുൻ കരീം വലിക്കും റഊഫുർ റഹീം.